ഏവർക്കും നമസ്കാരം. ബാസിസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തിരുന്നത് ഗവൺമെൻറ് സ്കീംസ് പ്രൊമോട്ടിംഗ് യൂസിങ് ICT, അതായത് നമ്മുടെ ഭരണപരമായിട്ടുള്ള പദ്ധതികളിൽ, ഗവേണൻസ് സ്കീമുകളിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ICT യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല സ്കീമുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ഒരു 7ഓളം സ്കീമുകൾ നമ്മൾ പറഞ്ഞു. ഡിജി ലോക്കർ, ഡിജിറ്റൽ മിഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു 7ഓളം സ്കീമുകളെ നമ്മൾ നോക്കി. ഇനി അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. അടുത്ത് വരുന്നതാണ് കോമൺ സർവീസ് സെൻറ്റർ, CSCS എന്ന് പറയുന്നത്. കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത്, അതായത് അത് ഡിജിറ്റൽ ഇന്ത്യ മിഷൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഈ കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗ്രാമങ്ങൾ, അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെയോ അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലോ ഒക്കെയുള്ള സേവനങ്ങളെ ഡിജിറ്റലായിട്ട് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു കേന്ദ്ര സംവിധാനമാണ് കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത്, നമ്മുടെ അക്ഷയൊക്കെ പോലെ. ഇത് 2006 സ്റ്റാർട്ട് ചെയ്യുന്നത്. നാഷണൽ ഗവേണൻസ് പ്ലാൻ NEGPയുടെ ഭാഗമായിട്ടാണ് ഇത് ആരംഭിക്കപ്പെടുന്നത്. ഇതിനി ആരാ നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ആ മന്ത്രാലയമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പദ്ധതി നടത്തിക്കൊണ്ടുപോകുന്നത്. ഇനി ഇത് നടപ്പാക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് CSC ഗവേണൻസ് സർവീസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഏജൻസിയാണ് കോമൺ സർവീസ് സെൻറ്ററുകൾ നടത്തുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമനഗര പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഡിജിറ്റൽ സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുക, അതുപോലെ തന്നെ സർക്കാർ സേവനങ്ങൾ, ബാങ്കിങ്ങുകൾ, ഇൻഷുറൻസ് മേഖലയിൽ വരുന്ന അപ്ഡേറ്റുകൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ എന്ന് തുടങ്ങി പല സേവനങ്ങളും വളരെ എളുപ്പത്തിൽ ആർക്ക് എത്തിക്കുക, ഗ്രാമങ്ങളിലായാലും വേണ്ടി നഗരങ്ങളിലായാലും വേണ്ടി അവിടെ ജീവിക്കുന്ന ജനങ്ങളിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ ഗ്രാമത്തിലുള്ള ജീവിക്കുന്ന ആളുകൾക്ക് എന്താണ്, ഡിജിറ്റൽ സാക്ഷരത കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അവരെയും കൂടി എന്ത് ചെയ്യണം, ഡിജിറ്റൽ സാക്ഷരരാക്കി മാറ്റുക. അതുപോലെ തന്നെ ഗ്രാമപ്രദേശത്തിലുള്ള യുവാക്കൾക്ക് ഈ ഒരു ഡിജിറ്റൽ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി എന്താണ് ഇവർ ചെയ്യുന്നത് ചോദിച്ചാൽ, CSC എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങളാണ്, ഡിജിറ്റൽ സേവാ കേന്ദ്രാസാണ്. ഓരോ CSCയിലും ഒരു വില്ലേജ് ലെവൽ എൻ്റർപ്രണർ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് അക്ഷയ പോലെ. അപ്പോൾ അതുവഴി നമുക്ക് എന്തൊക്കെ സേവനങ്ങൾ ലഭ്യമാവും ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ സേവനങ്ങൾ, നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, പാൻ കാർഡ് അപ്ലൈ ചെയ്യുക, ലൈസൻസ് അപ്ലൈ ചെയ്യുക, അതുപോലെ സർട്ടിഫിക്കറ്റുകൾക്ക് അപ്ലൈ ചെയ്യുക, അതുപോലുള്ള സർക്കാർ സേവനങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ സാമ്പത്തിക സേവനങ്ങൾ, നമുക്ക് ബാങ്കിങ് നടത്താം, ഡിജിറ്റൽ ബാങ്കിങ്, അതുപോലെ തന്നെ ആധാർ എനേബിൾഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇൻഷുറൻസ് സേവനങ്ങൾ, അതുപോലെ തന്നെ പേയ്മെൻറ്റുകൾ, അതായത് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ് ബില്ല് എന്ന് വേണ്ട ബില്ലുകളൊക്കെ പേ ചെയ്യാൻ നമുക്ക് ഈ ഒരു കേന്ദ്രങ്ങളിലൂടെ പറ്റും. ദെൻ വിദ്യാഭ്യാസ സേവനങ്ങളാണെങ്കിൽ പലതും, അതായത് നമുക്ക് പല കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനും, ഓൺലൈൻ കോഴ്സുകളായാലും സ്കിൽ ട്രെയിനിങ് കോഴ്സുകളായാലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനും പഠിക്കാനും നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരതാ പരിശീലനം നൽകാനും പറ്റും. ഇനി ആരോഗ്യ സേവനങ്ങളാണെങ്കിൽ ഇപ്പോൾ ടെലിമെഡിസിൻ, ഓൺലൈൻ മെഡിസിൻ കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ആരോഗ്യ സേവനങ്ങളിൽ വിടുന്നു. ഇനി അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, റെയിൽവേക്കായാലും എയർലൈന്, ബസ് എന്ന് വേണ്ട ടിക്കറ്റ് ബുക്കിങ്ങിന് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ കൊമേഴ്സ്, ഡിസ്ട്രിക്ട് സേവനങ്ങളൊക്കെ നമുക്ക് ലഭ്യമാക്കാൻ ഈ കോമൺ സർവീസ് സെൻറ്ററിലൂടെ പറ്റും. ഇതിനൊരു സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഉണ്ട്, അതായത് ഇതിൻ്റെ പ്രോഗ്രാം ആസൂത്രണം ചെയ്യുക, അതുപോലെ തന്നെ നടപ്പിലാക്കുക, നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ദെൻ അതിൻ്റെ താഴെ സ്റ്റേറ്റ് ഡെസിഗ്നേറ്റഡ് ഏജൻസി ഉണ്ടായിരിക്കും, SDA എന്ന് പറയുന്ന സ്റ്റേറ്റ് ഡെസിഗ്നേറ്റഡ് ഏജൻസി. സംസ്ഥാന തലത്തിൽ CSC പ്രവർത്തനത്തിന് ഏകോപിപ്പിക്കുന്ന യൂണിറ്റാണ് സ്റ്റേറ്റ് ഡെസിഗ്നേറ്റഡ് ഏജൻസി. അതിനു താഴെ സർവീസ് സെൻറ്റർ ഏജൻസി, SCA വരും, സർവീസ് സെൻറ്റർ ഏജൻസി. അതായത് ഒരു കൂട്ടം CSCകളെ അതിന് സാങ്കേതിക പിന്തുണ നൽകുന്ന ഏജൻസിയാണ് സർവീസ് സെൻറ്റർ ഏജൻസി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നതാണ് വില്ലേജ് ലെവൽ എൻ്റർപ്രണർ, VLE എന്ന് പറയുന്നത് വില്ലേജ് ലെവൽ എൻ്റർപ്രണർ. അതാണ് ഗ്രാമീണ തലത്തിലുള്ള CSCയുടെ നടത്തിപ്പുകൾ നോക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾക്ക് പോലും പെട്ടെന്ന് സർക്കാർ സേവനങ്ങൾ ലഭിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകൾ കൂട്ടും, ഡിജിറ്റൽ സാക്ഷരരാവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്, നമ്മുടെ സമയവും പണവും ലാഭീകരിക്കാൻ പറ്റും. അടുത്തതാണ് സ്വയത്തിൻ്റെ ഫുൾ ഫോം വരുന്നത് സ്റ്റഡി വെബ്
വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആൻഡ് സ്പിരിങ് മൈൻഡ്. അതായത് പുതുതായി വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ യങ് ജനറേഷന് ഏത് വിഷയത്തെക്കുറിച്ച് വേണമെങ്കിലും പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്ത് സ്വയം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ വലിയൊരു ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമാണ് എന്ത് സ്വയം എന്ന് പറയുന്നത്. 2017 ഇത് ആരംഭിച്ചത്. ഇപ്പോൾ കോളേജുകളിലൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട് ഒരു കുട്ടി സ്വയത്തിൽ ഒരു കോഴ്സെങ്കിലും ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളൊരു നിർബന്ധം ഇപ്പോൾ കോളേജുകളിലൊക്കെ നമുക്ക് കാണാം. 2017 ഇത് ആരംഭിക്കുന്നത്. ഉദ്യോഗസ്ഥ വിഭാഗം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇത് നടത്തുന്നത്. അതിൽ തന്നെ AICTE, അതുപോലെ തന്നെ UGC, NPTEL, IGNOU, NCERT, NIOS ഒക്കെയുള്ള ദേശീയ വിദ്യാഭ്യാസ ഏജൻസികളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇത് നടത്തി വരുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എല്ലാവർക്കും എപ്പോഴും എവിടെയും എന്ന ആശയം ആണ് ഇവർ യാഥാർത്ഥ്യമാക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അതിപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലാവട്ടെ നഗരപ്രദേശങ്ങളിലാവട്ടെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഗുണമേന്മയുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം സൗജന്യമായിട്ട് കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ മറ്റ് സവിശേഷതകൾ നോക്കിക്കഴിഞ്ഞാൽ സൗജന്യ ഓൺലൈൻ കോഴ്സുകളാണ്. അതായത് സ്കൂൾ തലം മുതൽ PG തലം വരെയുള്ള പഠനങ്ങൾ വരെ ഈ ഒരു സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടും. ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ് ട്രെയിനിങ് അടക്കം ഈ സ്വയത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ IIT, IIM, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ NPTEL എടുക്കുന്ന മികച്ച പ്രൊഫസർമാരായിരിക്കും ഇതിൽ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഒരു ലാപ്ടോപ്പോ മൊബൈലോ ടാബോ ഇത് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയും. ഇതിൽ വരുന്ന ഒന്നാണ് MOOC എന്ന് പറയുന്നത്. MOOC, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. അതൊരു രീതിയാണ്. അതായത് വലിയ തോതിൽ അതായത് ഒരേ സമയം ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇതിൽ അതുപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു സർവകലാശാലയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം, മറ്റു കോളേജുകളിലെ അതായത് ഒരു ക്രെഡിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു നമ്മുടെ ലാസ്റ്റ് നമുക്കൊരു ഫൈനൽ എക്സാമിന് നമുക്ക് കുറച്ച് കിട്ടില്ലേ, ഓരോ വിഷയത്തിന് ഇത്ര മാർക്ക് എന്ന് പറയുന്ന പോലെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ കൂടി എന്തിലിരുന്നുണ്ട് ഇത്. അതാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് സ്വയം എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള കോഴ്സുകൾ ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് നമുക്ക് നമ്മുടെ കോളേജിലുള്ള ക്രെഡിറ്റ് ആയിട്ട് ഉപയോഗിക്കാമെന്നാണ് UGC അംഗീകരിച്ചിട്ടുള്ളതാണ്. നമുക്കങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഒപ്പം ഹിന്ദി അതുപോലെ തന്നെ മലയാളം പോലെയുള്ള ഇന്ത്യൻ ലാംഗ്വേജസിലും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം നിയന്ത്രിക്കുന്നത് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ NCERT അതുപോലെ തന്നെ NIOS ആണ് നിയന്ത്രിക്കുന്നത്. ഡിഗ്രി അതുപോലെ തന്നെ PG ലെവലാണെങ്കിൽ UGC ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ആണ് NPTEL അല്ലെങ്കിൽ IIT. ദെൻ ടീച്ചർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ IGNOU ആയിരിക്കും അത് നിയന്ത്രിക്കുന്നത്. അവരുടെ അണ്ടറിലായിരിക്കും നമ്മൾ പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യാം. 4 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് സ്വയത്തിന്. അതായത് ഓരോ കോഴ്സിനും 4 ഘടകങ്ങളുള്ളതായിട്ടാണ് ഇതാക്കുന്നത്. അതായത് ഒരു വീഡിയോ ലെക്ചേഴ്സ് ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഏത് പ്രൊഫസറാണ് എടുക്കുന്നത് അത് വീഡിയോ ക്ലാസ്സിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. ഒപ്പം നമ്മളതിൻ്റെ റീഡിംഗ് മെറ്റീരിയൽ കൂടി അവർക്ക് റെഫറൻസ് നോട്ടുകൾ അതുപോലെ തന്നെ പഠന സാമഗ്രികളും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് കാണുക, പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അത് കഴിഞ്ഞാൽ അവർ സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, അത് ക്യൂസുകളുടെ രൂപത്തിൽ അസൈൻമെൻറ്റുകളുടെ രൂപത്തിലൊക്കെ നമുക്ക്, അതായത് MCQ അതുപോലെയുള്ള രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സെൽഫ് അസസ് ചെയ്യാം നമ്മൾ എത്രത്തോളം പഠിച്ചു. അതുപോലെ തന്നെ അസൈൻമെൻറ്റുകൾ എഴുതി നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ സംശയങ്ങൾ ഡിസ്കഷൻ ഫോറം നടത്താം. അതായത് നമുക്ക് വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെയുള്ള 4 ഘടകങ്ങൾ ഈ ഒരു സ്വയം എന്നതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് ഹിസ്റ്ററിനെ കുറിച്ച് പഠിക്കണം എന്ന് തോന്നുകയാണ്, കുട്ടിക്ക് താല്പര്യം ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സൗജന്യമായിട്ട് ഹിസ്റ്ററിയുടെ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റെഗുലറായിട്ട് ക്ലാസ് പോയിരുന്ന് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ സമത്വം, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളെയും ഒരേപോലെ കാണുന്ന സമത്വം ഉറപ്പാക്കാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ എപ്പോഴും എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് പഠിക്കാം.
അതുപോലെ തന്നെ നമ്മളത് പഠിച്ചത് വെറുതെ എന്തിനാ അത് പഠിക്കുന്നത് ചിന്തയില്ലാതെ നമ്മളത് പഠിച്ചാൽ ആ ക്രെഡിറ്റ് നമുക്ക് നമ്മളെ വേറെന്താണോ പഠിക്കുന്നത് അതിന് ആ മാർക്കിന് ഇപ്പോൾ അധ്യാപകർ ഇപ്പോൾ വലിയ ആളുകളാണെങ്കിൽ കുട്ടികളല്ല പഠനം കഴിഞ്ഞപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ പ്രൊമോഷൻ പോലെയുള്ള അത് പ്രൊമോഷനൊക്കെയാണ് കൂടുതൽ. ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രൊഫസർമാരും അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ അങ്ങനെയുള്ള പോകുന്ന പ്രൊമോഷനൊക്കെ ഈ ഒരു പോർട്ടലിൽ വഴിയുള്ള കോഴ്സുകളുടെ മാർക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളായിട്ട് പറയുന്നത്. അടുത്ത സ്കീമാണ് ദീക്ഷ എന്ന് പറയുന്ന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്. അധ്യാപകർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. 2017 ഇതും ആരംഭിച്ചത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. നമ്മുടെ NCERTയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് നടത്തി വരുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്താ ചോദിച്ചാലും ഡിജിറ്റൽ ലേണിംഗ് ഫോർ ഓൾ, എനിവർ, എനി ടൈം, എനിവൺ എന്നുള്ളതാണ്. എവിടെ എപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഡിജിറ്റൽ ലേണിംഗ് എല്ലാവർക്കും ഒരേപോലെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അധ്യാപകരെയും വിദ്യാർത്ഥികൾക്കും അതായത് ഒരൊറ്റ ആപ്പ് പോലെയുള്ളൊരു ദീക്ഷ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് തുറന്നാൽ അധ്യാപകർക്കുള്ള അധ്യാപക പഠന സഹായികളും കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങളും നോട്ടുകളും ഒക്കെ സമഗ്രമായിട്ടൊരു ഡിജിറ്റൽ പഠനവേദിയിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്കൂൾ എഡ്യൂക്കേഷനിലെ ഈ ക്രാന്തി അതുപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ എന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ദീക്ഷ എന്ന് പറയുന്നതും. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് അതാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസ സാമഗ്രികൾ, അതായത് ബുക്ക് വേണം, അതുപോലെ തന്നെ വീഡിയോകൾ, നമുക്കൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ, നോട്ടുകൾ, അതുപോലെ തന്നെ ആക്ടിവിറ്റീസുകളൊക്കെ നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി അധ്യാപകർക്കാണെങ്കിൽ ഓൺലൈൻ ട്രെയിനിങ് കോഴ്സുകൾ, അതിൽ അധ്യാപകരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്കതിൽ കിട്ടും. ഇനി നമ്മളിത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ബുക്കുകളും അതിലുണ്ടായിരിക്കും. അതും ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൊബൈലിൽ നമുക്കത് കണ്ട് പഠിക്കാം. ദീക്ഷ ആപ്പ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡിലും iOS-ലൊക്കെ ഉപയോഗിക്കുന്ന ദീക്ഷ ആപ്പുകളുണ്ട്. അത് തന്നെ ഇപ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ചില പാഠത്തിൻ്റെയൊക്കെ ചിലപ്പോൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സയൻസൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് കൂടുതലും ഇപ്പോൾ ടെക്സ്റ്റിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെ സൈഡിൽ ഒരു QR കോഡ് കാണാൻ പറ്റും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആക്ടിവിറ്റി നടക്കുന്നത് തന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളും നോട്ടുകളിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി കയറിപ്പോകും. പിന്നെ ഇതും അതെ പല ഭാഷകളിലും നമുക്ക് ലഭ്യമാണ്. ഇന്ത്യൻ ആപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല ഭാഷകളിൽ ലഭ്യമാണ്. NCERT, SCERT, CBSE, NOS പോലെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ ഏജൻസികളും ഉൾക്കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ ടീച്ചേഴ്സ് ഹബ്ബ് ഉണ്ട്. അതിലാണ് അധ്യാപകർക്കുള്ള പരിശീലനവും ക്ലാസ്സുകളും ബുക്കുകളും ഒക്കെ കൊടുക്കുന്നത്. സ്റ്റുഡൻസ് ഹബ്ബിലാണ് വിദ്യാർത്ഥികൾക്കുള്ള ഡിജിറ്റൽ സാമഗ്രികൾ വരുന്നത്. അതുപോലെ തന്നെ കണ്ടന്റ് റെപ്പോസിറ്ററി, NCERT, SCERT അംഗീകാരമുള്ള പഠന ബുക്ക് സാമഗ്രികളുടെ ഒരു ഡാറ്റാബേസാണ് കണ്ടന്റ് റെപ്പോസിറ്ററി. പിന്നെ QR കോഡ് ഇൻ്റഗ്രേഷൻ, അതായത് പുസ്തകത്തിലുള്ള QR കോഡിനെ സ്കാൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ കിട്ടും. ഇതൊക്കെ അതിൻ്റെ ഘടകങ്ങളാണ്. ഇനി ഇതിൻ്റെ ഉപയോഗം വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പാഠങ്ങൾ കാണാം. അതുപോലെ തന്നെ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കാം. അസൈൻമെൻറ്റുകൾ, പരീക്ഷകളൊക്കെ കൃത്യമായിട്ട് നടത്താൻ സാധിക്കും. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റും. അതുതന്നെ പാഠപുസ്തകങ്ങളിൽ ഓരോന്നും നമുക്ക് വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അധ്യാപകരും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ഒരുമിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ തന്നെ ഡിജിറ്റൽ സാക്ഷരത നേടാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും കഴിയും. സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും നമുക്ക് സാധിക്കും. അടുത്ത സ്കീമാണ് ഇ-സഞ്ജീവനി എന്ന് പറയുന്നത്. ടെലിമെഡിസിൻ ഇനീഷ്യേറ്റീവാണ് ഇ-മെഡിസിൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമാണ് ഇ-സഞ്ജീവനി എന്ന് പറയുന്നത്. നമ്മുടെ പ്രാഥമികാരോഗ്യ സംരക്ഷണം ഓൺലൈനായിട്ട് മാറ്റിയിട്ട് എപ്പോൾ എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ലഭ്യമാവുന്ന രീതിയിലാണ് ഇ-സഞ്ജീവനി ഒരുക്കിയിട്ടുള്ളത്. ഇത് 2020 കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്താണ് ഇത് ആരംഭിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഇത് നടത്തുന്നത്. അതിന് നമുക്ക് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സഹായം കൂടി നമുക്കതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ മാത്രമേ നമുക്കതിനെ ഓൺലൈനായിട്ട് നമുക്ക് നടത്താൻ കഴിയുള്ളൂ.
അപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ മുഖേന ഏത് റൂറലായിട്ട് കിടക്കുന്ന വ്യക്തിക്ക് പോലും എന്താ മെഡിക്കേഷൻ പ്രാപ്തമാക്കാൻ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടിട്ട് ഡോക്ടറെ കാണാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് ആ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണിത്. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവൃത്തി സമയം ചുരുക്കിയിട്ട് അവരുടെ സേവന മികവ് ഉറപ്പുവരുത്താനും ഈ ഒരു പ്ലാറ്റ്ഫോം സഹായിക്കും. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതിൽ ഒരുക്കുന്നുണ്ട്. പിന്നെ COVID-19 വന്ന സമയത്ത് നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു വീടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ പോലെയായിരുന്നു. നമുക്ക് പുറത്ത് പോകാനോ ഡോക്ടറെ കാണാനോ ഒന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആരോഗ്യ പരിരക്ഷ നടത്തണം. അതിന് ഇത്തരം സൗകര്യങ്ങൾ നമ്മളെ സഹായിക്കും. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ടെലിമെഡിസിൻ സർവീസാണ്. ഡോക്ടർ പേഷ്യൻ്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ഓൺലൈനായിട്ടായിരിക്കും ഇരിക്കുക. അത് ഒരു വീഡിയോ ഓഡിയോ കോൺവെർസേഷനിലൂടെ ആയിരിക്കും അത് നടക്കുക. അതുപോലെ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ടേഴ്സറി ഹോസ്പിറ്റലിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായിരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്കൊരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഉണ്ടായിരിക്കും. അവർ ത്രൂ നമുക്ക് കിട്ടുന്ന രീതിയിലും എന്തുണ്ട് ഇതിൻ്റെ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇതൊരു ഫ്രീ, ചിലപ്പോൾ നമുക്ക് ചില ഡോക്ടർമാർക്കൊന്നും ഫീ പോലും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ സഞ്ജീവനിയിൽ. പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക, മെഡിക്കൽ അഡ്വൈസസ് കൊടുക്കുക, അതും ഡിജിറ്റൽ ഫോർമാറ്റിൽ. പിന്നെ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് എടുക്കുക, അതുപോലെ തന്നെ കൗൺസിലിങ്ങുകൾ, അതുപോലെ തന്നെ റിമോട്ട് മോണിറ്ററിംഗ് ഒക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ടൈം സേവിങ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തരുടെയും ഹെൽത്ത് മെച്ചപ്പെടുത്താൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ദെൻ അടുത്തതാണ് നമുക്ക് പരിചയമുള്ളതാണ് കോവിൻ പോർട്ടൽ. കോവിൻ പോർട്ടൽ എന്ന കോവിഡ് വാക്സിൻ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. നമ്മുടെ COVID-19 വാക്സിനേഷൻ നിയന്ത്രണത്തിനുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്യുക, അതുപോലെ തന്നെ ഡോസിൻ്റെ ഷെഡ്യൂള്, പിന്നെ സർട്ടിഫിക്കറ്റ്, നമുക്ക് വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. ഇതൊക്കെ നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ. 2021 ഇത് ആരംഭിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഇത് ആരംഭിച്ചത്. നാഷണൽ ഹെൽത്ത് മിഷനും അതുപോലെ തന്നെ NIC ഒക്കെ ഇതിന് പിന്തുണ നൽകിയിരുന്നു. പിന്നെ നമുക്ക് വാക്സിനേഷൻ എന്ന പ്രോസസ്സ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ വാക്സിൻ വിതരണം, അതിൻ്റെ സ്റ്റോക്ക്, ഉപയോഗമൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഡിജിറ്റൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇനി നമ്മുടെ ആധാർ, അതുപോലെ തന്നെ മൊബൈൽ സെൽഫ് രജിസ്ട്രേഷനൊക്കെ വഴി നമുക്ക് ഇത് വ്യക്തിഗത രജിസ്ട്രേഷൻ സാധ്യമാക്കുക എന്നുള്ളതൊക്കെയായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ നമുക്ക് പറ്റിയിരുന്നു, വാക്സിൻ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നു, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ തന്നെ കൃത്യമായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ, നമ്മുടെ ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാനും നമ്മുടെ വാക്സിനേഷനെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ നമുക്കതിലൂടെ സാധിച്ചിട്ടുണ്ട്. അടുത്തതാണ് PMG ദിശ എന്ന് പറയുന്നത്, അതായത് പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ. അതായത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ജനങ്ങളെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത് PMG ദിശ എന്ന് പറയുന്നത്. ഇതും അത് ഡിജിറ്റൽ ഇന്ത്യ മിഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. 2017 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ PMG ദിശ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രാമീണ ജനങ്ങളെ ഡിജിറ്റൽ സാക്ഷരരാവുന്നില്ലെങ്കിൽ അവർക്ക് അവരുടെ അടിസ്ഥാന ഡിജിറ്റൽ സേവനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നെങ്കിലും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ എല്ലാവർക്കും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവർക്കത് ഉപയോഗിക്കാൻ അറിയില്ല. അവരെ പഠിപ്പിക്കാൻ നമുക്ക് സമയം പ്രശ്നമുണ്ട്, നമുക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കോസ്റ്റിന് പ്രശ്നമുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്തരത്തിലുള്ള അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ട് അത് ചെയ്യാം. ഇന്ന രീതിയിൽ ഓൺലൈൻ സംവിധാനങ്ങളുണ്ട് എന്നെങ്കിലും അവരെ മനസ്സിലാക്കിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
അപ്പോൾ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളെ ഡിജിറ്റൽ സാക്ഷരരാക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല, അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ഡിജിറ്റൽ സാക്ഷരതാ സേവനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെങ്കിലും പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള IT സ്കില്ലുകൾ കുട്ടികൾക്ക് നൽകുക. മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ പേയ്മെൻ്റ് ഒക്കെ ഉപയോഗിക്കാനുള്ള ബേസിക് IT സ്കില്ലെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിജിറ്റൽ സർവീസസുകൾ എങ്ങനെ ആക്സസ് ചെയ്യാമെന്നത് പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ പ്രോത്സാഹിപ്പിക്കുക എന്നതൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഇനി ഇതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോഴ്സാണ്. ഇതിനൊരു സിലബസുകളും മൊഡ്യൂളുകളൊക്കെ ഉണ്ട്. 52 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കോഴ്സാണ് ഈ PMG ദിശ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ബേസിക്സ് ഓഫ് ഡിജിറ്റൽ ലിറ്ററസി പഠിക്കും, ഇൻ്റർനെറ്റ് ആൻഡ് വെബ് സർവീസ് പഠിക്കും, അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റിനെ കുറിച്ച് പഠിക്കും, ഗവൺമെൻറ്റിൻ്റെ ഈ സേവനങ്ങൾ ഏതൊക്കെയാണെന്നതിനെ കുറിച്ച് പഠിക്കും, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, സേഫ്റ്റിയെ കുറിച്ചൊക്കെ പഠിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട്, കുറേ ആളുകൾ അറിയാത്ത കാരണം കൊണ്ട് ഇപ്പം നമ്മൾ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, OTP ഒന്ന് പറഞ്ഞ് തരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെങ്ങനെയെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചും സേഫ്റ്റിനെ കുറിച്ചൊക്കെ അവെയർ ആക്കുക എന്നുള്ളതും ഇതിൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ടു. ഇതൊരു ടാർഗറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ റൂറൽ ആയിട്ടുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ 14 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെയാണ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവിടുത്തെ ഒരു ട്രെയിനിങ് മോഡ്, ഓഫ്ലൈൻ ആയിട്ടുള്ള ട്രെയിനിങ് മോഡ് ഉണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, പല ലാംഗ്വേജിൽ നമുക്കത് പഠിക്കാം. അതുപോലെ തന്നെ ഫ്രീ ട്രെയിനിങ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പേപ്പർലെസ് ഗവേണൻസിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ജനങ്ങളുടെ ഡിജിറ്റൽ സാക്ഷരത അല്ലെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. ഡിജിറ്റൽ സർവീസ് ഉപയോഗിച്ചിട്ട് പൗരന്മാർക്ക് ലാഭം ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും. ഇനി സുരക്ഷിതരായിട്ടുള്ള ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ അവർ പഠിക്കും. നമ്മുടെ ജോലി സാധ്യത വർദ്ധിക്കും എന്നതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളായിട്ടും നമുക്ക് പറയാം. അടുത്തതാണ് നമ്മുടെ ഗവേണൻസ് ആൻഡ് പബ്ലിക് സർവീസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഏതെല്ലാം സ്കീമുകൾ ഉപയോഗപ്പെടുത്താം. അപ്പോൾ RTI ഓൺലൈൻ പോർട്ടൽ, അതായത് 2005 മുതൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതിന് വേണ്ട റിക്വസ്റ്റ് കൊടുക്കാനുള്ള പോർട്ടലാണ്. അതുപോലെ തന്നെ കോർട്ട് പ്രൊജക്റ്റുകളുണ്ട്. അതായത് ICT ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ നമുക്ക് ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ കേസിൻ്റെ സ്റ്റാറ്റസുകൾ ട്രാക്ക് ചെയ്യാം. ഡിജിറ്റൽ ജഡ്ജ്മെൻ്റ് ഒക്കെ നടത്താൻ ICT നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ്, അതായത് ഓൺലൈൻ ഡാറ്റാബേസുകളാണ്. ഏതൊക്കെ കേസുകൾ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഓൺലൈൻ ഡാറ്റാബേസാണ്. പിന്നെ MyGov പോർട്ട് എന്ന് പറയുന്നത് 2014 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിലും നമുക്ക് ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ഐഡിയാസുകൾ, അതുപോലെ തന്നെ ഫീഡ്ബാക്കുകളൊക്കെ കൊടുക്കാനുള്ള ഒരു പോർട്ടലാണ് MyGov പോർട്ടൽ എന്ന് പറയുന്നത്. പ്രഗതി, പ്രോ ആക്റ്റീവ് ഗവർണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന മറ്റൊരു പോർട്ടൽ. ഇതെന്താ വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് പ്രോജക്റ്റുകളുടെ റിയൽ ടൈം മോണിറ്ററിങ്ങിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പ്രഗതി. അതുപോലെ തന്നെ ഓഫീസ് മിഷൻ മോഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പേപ്പർലെസ് ഓഫീസ് സിസ്റ്റം നടത്താനുള്ള ഒരു ഡിജിറ്റൽ പോർട്ടലാണ്. നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പേപ്പറുകൾ ഒഴിവാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റാണത്. ഇനി എഡ്യൂക്കേഷൻ മേഖലയിലാണെങ്കിൽ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ, അതായത് ഒരുപാട് ബുക്ക്, ഒരു ഡെപ്പോസിറ്ററി ഓഫ് ബുക്കുകളാണ്. നമുക്ക് ശരിക്കുള്ള ഒരു ലൈബ്രറി പോകുന്ന അതേ ഫീൽഡ് തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഒരുപാട് ബുക്കുകളുടെ കളക്ഷൻ ഉള്ളതാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ PG പദശാല എന്ന് പറയുന്നത്, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠനം എളുപ്പമാക്കുന്ന രീതിയിൽ ക്ലാസ്സുകളും ലേണിംഗ് മെറ്റീരിയലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് PG പാഠശാല എന്ന് പറയുന്നത്. NPTEL, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, അതായത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഓൺലൈൻ കോഴ്സുകളാണ് NPTEL ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യ, PM വിദ്യ, അതായത് ഒരു രാജ്യത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ തുടങ്ങിയതാണ് വിദ്യ അല്ലെങ്കിൽ PM വിദ്യ. 2020 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഹെൽത്ത് എന്നുള്ള മേഖലയിലാണെങ്കിൽ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ABDM എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഡിജിറ്റൽ ഹെൽത്ത് ID ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഹെൽത്ത് ID നമ്പറിൽ നമ്മുടെ കംപ്ലീറ്റ് ഹെൽത്ത് റെക്കോർഡും സ്റ്റോർ ചെയ്യപ്പെടും. ദെൻ രക്തകോശം, അതായത് നമ്മുടെ ബ്ലഡ് ബാങ്ക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് ഓൺലൈൻ ബ്ലഡ് അവൈലബിലിറ്റി ഒക്കെ നോക്കുന്നതാണ് രക്തകോശ്. അതുപോലെ തന്നെ നിക്ഷയ് പോർട്ടൽ, അതായത് നമുക്ക് TB പേഷ്യൻറ്റിൻ്റെ ആർക്കൊക്കെയാണ് TB ഉള്ളത്, അവരുടെ രോഗത്തിൻ്റെ ഇതെങ്ങനെയാണ്, അവരെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ പറയുന്ന പോർട്ടലാണ് നിക്ഷയ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇനി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ മേഖലയിലാണെങ്കിൽ
ഈനാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് 2016 നമുക്ക് ഫാർമേഴ്സിന് ഒരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഈനാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിസാൻ പോർട്ടൽ എന്ന് പറഞ്ഞാൽ SMS ബേസ്ഡ് ആണ്. നമുക്ക് ഇന്ന സമയത്ത് കാലാവസ്ഥ മോശമായിരിക്കും, കാലാവസ്ഥ ഇപ്പോൾ കൃഷി ഇറങ്ങിക്കോളും, ഇപ്പോൾ ക്രോപ്പിൻ്റെ പ്രൈസ് ഉയർന്നിരിക്കുന്ന സമയമാണ്, ഇന്ന സ്കീമുകൾ നമുക്ക് കൃഷിക്ക് വേണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ഒരു പോർട്ടലാണ് കിസാൻ പോർട്ടൽ എന്ന് പറയുന്നത്. ദെൻ കിസാൻ കോൾ സെൻറ്റേഴ്സുകളുണ്ട്. അതായത് ടോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് കിസാൻ കോൾ സെൻറ്റർ എന്ന് പറയുന്നത്. ദെൻ AGRISNET അഗ്രിസ്നെറ്റ് എന്ന് പറയുന്നത് ഇതും അത് അഗ്രികൾച്ചർ ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നെറ്റ്വർക്കാണ്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പേരിലേക്ക് ഒരേ സമയം വിവരങ്ങൾ എത്തിക്കാനുള്ളതാണ് അഗ്രിസ്നെറ്റ് എന്ന് പറയുന്നത്. ഭൂമി പ്രൊജക്റ്റ്, കർണാടകയിൽ വന്നിട്ടുള്ള ഭൂമി പ്രൊജക്റ്റ്, ഇത് ലാൻഡ് റെക്കോർഡുകൾ, അതായത് ഓരോ കർഷകനും ഇത്രത്തെ ലാൻഡുകളുണ്ട്, അതിൽ എവിടെയൊക്കെ കൃഷി നടക്കുന്നുണ്ട്, എവിടെയൊക്കെ ഇനി കൃഷി നടത്താം എന്നൊക്കെയുള്ള റെക്കോർഡുകൾ ഡിജിറ്റലൈസ്ഡ് ചെയ്തിട്ടുള്ള റെക്കോർഡാണ് ഭൂമി പ്രൊജക്റ്റ്. ദെൻ ഫിനാൻസിങ് ആൻഡ് ഡിജിറ്റൽ എക്കണോമി ഫീൽഡിലാണെങ്കിൽ BMAP, അതായത് ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി, നമ്മുടെ ഈ ഗൂഗിൾ പേ പോലെ UP ബേസ്ഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പാണ് BMAP. അതുപോലെ തന്നെ ജൻധൻ ആധാർ മൊബൈൽ ജാം ട്രിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ICT ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് സഹായിക്കുന്ന ഇതാണ് ജൻധൻ ആധാർ മൊബൈൽ ട്രിനിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് GEM, ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ്. അത് നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഒരു അതായത് നമ്മുടെ ICT ബേസ്ഡ് ആയിട്ട് ഓൺലൈനിലായിട്ട് പ്രൊക്യൂർമെൻറ്റ് നടത്താനുള്ള ഒരു ഗവൺമെൻറ് പ്ലാറ്റ്ഫോമാണ് GEM, മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് പോലെയൊക്കെയുള്ളൊരു പോർഷൻ. ദെൻ അർബൻ ഡെവലപ്മെൻറ്റ്, സ്മാർട്ട് സിറ്റീസ് മിഷൻ ICT ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ട്രാഫിക് കൺട്രോളിങ്, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഗവേണൻസ് സർവൈലൻസ് ഒക്കെ സിറ്റികളിൽ നടത്താം. അപ്പോൾ പൊതുവേ നമ്മളൊരു സിറ്റി ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ട്രാഫിക്, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ ICT എനേബിൾഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് സ്മാർട്ട് സിറ്റി മിഷൻ എന്ന് പറയുന്നത്. അതടുത്തതാണ് അമൃത്, അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് സിറ്റികളിൽ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ, അതുപോലെ തന്നെ സീവേജ് ട്രീറ്റ്മെൻറ്റ്, അർബൻ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ളൊരു മിഷനാണ് അമൃത് എന്ന് പറയുന്നത്. ഞാൻ എൻവയോൺമെൻറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കേസ് നോക്കുകയാണെങ്കിൽ ഭുവൻ, ISROൻ്റെ ഒരു ജിയോ പോർട്ടലാണ് ഭുവൻ. അതായത് സാറ്റലൈറ്റ് ഡാറ്റ, അതായത് നമുക്ക് ഗൂഗിൾ മാപ്പ് പോലെ മാപ്പിംഗ്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ലാൻഡ് യൂസൊക്കെ പ്രോപ്പറായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഭുവൻ ആപ്പ്. അതുപോലെ തന്നെ CDAC, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് പ്രൊജക്റ്റ് എന്നാണ്. അതായത് സൂപ്പർ കമ്പ്യൂട്ടിങ്, ഡിസാസ്റ്റർ വാർണിംഗ് സിസ്റ്റം, അതായത് സുനാമി വരുന്നത് നമുക്ക് എത്രയോ സമയം മുന്നേ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ ഭൂമികുലുക്കത്തിൻ്റെ തീവ്രത നമുക്കറിയാൻ പറ്റും. അതുപോലെയുള്ള വെതർ ഫോർകാസ്റ്റിംഗ് മോഡലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ സഹായിക്കുന്നത് CDAC ആണ്. ദെൻ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA പോർട്ടൽ, അവർക്ക് ആപ്പുകളുണ്ട്. അതായത് ഡിസാസ്റ്റർ അലർട്ടുകളും നമുക്ക് തന്നുകൊണ്ട്, നമുക്കിപ്പോൾ റെഡ് അലർട്ട്, ഗ്രീൻ അലർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഡിസാസ്റ്റർ വരും അതിനെ തന്നെ മുൻകൂടി കണ്ടുകൊണ്ട് ഡിസാസ്റ്റർ അലർട്ടുകൾ കൊടുക്കുക, അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളതാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്കീമുകളെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്.